ഇന്നത്തെ IPL മത്സരത്തിൽ രാജസ്ഥാനും മുംബൈയുമാണ് നേർക്കുനേർ വന്നത്. കഴിഞ്ഞ മത്സരത്തിൽ മുംബൈ ടീം തോറ്റിട്ടുണ്ടായിരുന്നു. പകരം വീട്ടാനാണ് മുംബൈ ഇന്ന് കളിക്കാനിറങ്ങിയത്. അപ്പോൾ ഇന്നത്തെ മാച്ചിനെ പറ്റിയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇന്ന് ഫസ്റ്റ് ബാറ്റ് ചെയ്തത് മുംബൈ ടീമായിരുന്നു. അവർക്ക് മോശം തുടക്കമായിരുന്നു ഇന്ന് ലഭിച്ചത്. സ്റ്റാർട്ടിംഗ് തന്നെ രോഹിത് ശർമ്മ ഔട്ടായി മടങ്ങി. ട്രെൻഡ് ബോൾട്ടിനെ ക്യാച്ച് കൊടുത്താണ് രോഹിത് പുറത്തായത്. രോഹിത്തിന് തൊട്ടു പിന്നാലെ തന്നെ ഇഷാനും ഔട്ടായി. ഇതോടുകൂടി മുംബൈ ടീം ട്രാപ്പിലായി. 6 റൺസിൽ 2 വിക്കറ്റാണ് മുംബൈയുടെ പോയിട്ടുണ്ടായിരുന്നത്. ഇത് അവർക്ക് വലിയ തിരിച്ചടിയായിരുന്നു. എങ്കിലും അവർക്ക് ആകെയുള്ള ആശ്വാസം സൂര്യയിലായിരുന്നു. എന്നാൽ സൂര്യകുമാർ വന്നതും പോയതും വേഗത്തിലായിരുന്നു. താരവും ഇന്ന് പെട്ടെന്ന് ഔട്ടായപ്പോൾ മുംബൈ ടീം ശരിക്കും അടിപതറി. 20 റൺസിൽ 3 മുൻനിര വിക്കറ്റുകൾ മുംബൈയുടെ പോയി. പക്ഷേ കളി വിട്ടുകൊടുക്കാൻ തിലക് വർമ്മ ഒരുക്കമില്ലായിരുന്നു. തിലക് വർമ്മയും നബിയും ചേർന്ന് മുംബൈ ടീമിനെ മുന്നോട്ട് നയിച്ചു. പിന്നീട് നബി പുറത്തായി. എന്നാൽ വധേര മികച്ച ബാറ്റിംഗ് ആണ് പുറത്തെടുത്തത്. ഈ 2 താരങ്ങൾ കൂടി മുംബൈ ടീമിനെ മുന്നോട്ട് നയിച്ചു. ഇതോടുകൂടി മികച്ചൊരു ടാർഗറ്റ് അവർക്ക് ലഭിച്ചു. 20 ഓവറിൽ 179 റൺസാണ് മുംബൈ അടിച്ചു കൂട്ടിയത്. ഒരു സമയത്ത് 150 പോലും മുംബൈ കാണില്ലെന്നത് ഉറപ്പിച്ചതായിരുന്നു. എന്നാൽ തിലക് വർമ്മയാണ് രാജസ്ഥാൻ ടീമിനെ പണിയായത്. അദ്ദേഹം ഒറ്റയ്ക്ക് നിന്ന് ടീമിനെ മുന്നോട്ട് നയിച്ചു. വധേരയും നന്നായി കളിച്ചിട്ടുണ്ട്. അങ്ങനെ രാജസ്ഥാൻ സെക്കൻഡ് ബാറ്റിംഗിന് ഇറങ്ങി. രാജസ്ഥാന് ഗംഭീര തുടക്കമായിരുന്നു ഇന്ന് ലഭിച്ചത്. ജയ്സ്വാളും ബട്ട്ലറും കൂടി അടിച്ചു കളിച്ചു. രണ്ടുപേരും പവർ പ്ലേയിൽ മികച്ച ഇന്നിംഗ്സ് ആണ് പുറത്തെടുത്തത്. ഒരു വിക്കറ്റ് നേടാൻ മുംബൈ ടീമിന് സാധിച്ചില്ല. പിന്നീട് 6 ഓവറായപ്പോൾ കുറച്ചു നേരം മഴ പെയ്തു. ശേഷം കളി നിർത്തിവെച്ചു. വീണ്ടും കളി ആരംഭിച്ചു. ഈ സമയത്ത് രാജസ്ഥാൻ ടീം അടിച്ചു കളിച്ചു. എന്നാൽ അവർക്ക് ബട്ട്ലറെ നഷ്ടമായി. പീയൂഷ് ചൗള ബട്ട്ലറെ പുറത്താക്കി. കഴിഞ്ഞ മത്സരത്തിലെ രാജസ്ഥാന്റെ വിജയശില്പി ബട്ട്ലറായിരുന്നു. താരം ഇന്ന് ഔട്ടായപ്പോൾ എല്ലാവരും ഒന്ന് അടിപതറി. പക്ഷേ ജയ്സ്വാൾ ഇന്ന് മികച്ച പ്രകടനമാണ് അതിനുശേഷവും കാഴ്ചവെച്ചത്. ജയ്സ്വാൾ മുംബൈ ടീമിനെ തലങ്ങും വിലങ്ങും ആക്രമിച്ചു. മുംബൈ ടീം എങ്ങനെ ബൗൾ ചെയ്തിട്ടും ജയ്സ്വാളിനെ പുറത്താക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്നത്തെ കളിയെ പറ്റി വിലയിരുത്തിയാൽ 2 ടീമും നന്നായി കളിച്ചിട്ടുണ്ട്. കളിയെ പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.